ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു കൊറിയൻ റോബറി കോമഡി മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കൊള്ളയടിക്കുന്നത് പണമോ സ്വർണമോ അല്ലെങ്കിൽ വില പിടിച്ച പെയിന്റിങ്സോ പുരാവസ്തുവോ ഇതിൻ്റെയൊക്കെയാണ് റോബറി മൂവീസ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നാൽ പെട്രോൾ കക്കുന്ന കൊള്ളക്കാരെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലും ലോറിയിൽ നിന്ന് ഡീസലൊക്കെ ആൾക്കാർ കക്കാറുണ്ട്. അവരെ കള്ളന്മാരെന്ന് പറയാം, കൊള്ളക്കാരെന്ന് പറയാൻ പറ്റില്ല. കുറേ കൊള്ളയടിക്കുന്നവരാണ് കൊള്ളക്കാർ. ഇതിലിപ്പം സൗത്ത് കൊറിയയില് ഗവൺമെന്റിന്റെ വക പെട്രോളും ഡീസലും കടന്നു പോകുന്ന വലിയ കുഴൽ പൈപ്പുകളുണ്ട്. ഇതിലൂടെയാണ് അവർ സപ്ലൈ നടത്താറ്. ഈ കുഴൽ പൈപ്പിൽ ഓട്ടയിട്ട് പെട്രോൾ കക്കുന്ന കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാനും കേട്ടിട്ടില്ല. ഈ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഒരു കൊള്ള ടീമിനെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 റിലീസ് ചെയ്ത പൈപ്പ് ലൈൻ എന്ന കൊറിയൻ ആക്ഷൻ കോമഡി മൂവിയാണ്. സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പൂച്ചെടി നഴ്സറി, അങ്ങോട്ട് ഡെലിവറി ബോയെ പോലെ ഒരാൾ വരുന്നുണ്ടാവും. അവിടെ 2 റൗഡികളുണ്ട്. ആ റൗഡികൾ ആ ഡെലിവറി ബോയെ വെൽക്കം ചെയ്യുന്നു. ഈ ഡെലിവറി ബോയ് മറ്റാരുമല്ല, നല്ലൊരു ഡ്രില്ലറാണ്. പെട്രോള് പോകുന്ന പൈപ്പിനെ ഡ്രില്ല് ചെയ്യാൻ കഴിവുള്ള ഒരാൾ വേണം. അങ്ങനെ കഴിവുള്ള ഒരാളാണ് ഈ ഡ്രിൽ ബിറ്റ് എന്ന ചെല്ലപ്പേരുള്ള ചെറുപ്പക്കാരൻ. നമസ്കാരം ഡ്രിൽ ബിറ്റ്, നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ചെറുപ്പക്കാരൻ ചിരിച്ചിട്ട്, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ജോലി ഞാൻ എത്രയും പെട്ടെന്ന് തീർത്തു തരാം. എവിടെയാണ് പൈപ്പ് എന്ന് ചോദിക്കും. ഈ നഴ്സറിയുടെ അകത്ത് ഇവരൊരു തുരങ്കം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുള്ളിലാണ് പെട്രോൾ പോകുന്ന വലിയ പൈപ്പ്. നമ്മുടെ ചെക്കൻ സ്റ്റൈലായി വന്ന് ഡ്രിൽ ബിറ്റ് എടുത്ത് തുളയ്ക്കാൻ തുടങ്ങുന്നു. 3 മിനിറ്റ് മാത്രമേ ഇന്റർവെൽ സമയമുള്ളൂ. അതായത് ഈ പെട്രോളിയം കടന്നു പോകുന്നതിന്റെ ഇന്റർവെൽ സമയം. കിട്ടിയ 3 മിനിറ്റ് ഗ്യാപ്പിൽ ഇവര് തുളയിടണം. സമയം വൈകിയാൽ പെട്രോൾ അതിലൂടെ വരും, കത്തി പടരാൻ തുടങ്ങും. അതുകൊണ്ടാണ് കഴിവുള്ള തുളയ്ക്കൽക്കാരനെ വേണ്ടത്. അങ്ങനെ ചെറുക്കൻ ഡ്രില്ല് ചെയ്ത് പൈപ്പിൽ ഹോൾ ഇട്ട് കഴിഞ്ഞു. എന്നാൽ അവനൊരു അബദ്ധം പറ്റുന്നുണ്ട്. ഡ്രില്ലർ വലിക്കുമ്പം ബിറ്റ് അതിനകത്ത് തന്നെ കുടുങ്ങിപ്പോവും. അത് എത്രയും പെട്ടെന്ന് പുറത്തെടുത്തില്ലെങ്കിൽ പെട്രോൾ ലീക്ക് ആവാൻ തുടങ്ങി ബ്ലാസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവനത് വലിച്ചെടുക്കാൻ നോക്കുക. ഇവന്റെ പണി പാളിയത് മനസ്സിലായിട്ട് വില്ലന്മാർ ഓടി രക്ഷപ്പെടാൻ തുടങ്ങും. ഈ ബിറ്റ് തെറിച്ച് വയറിലടിച്ച് ഓൾറെഡി സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞു. ഇനി പെട്രോളും കൂടി വന്നാൽ എന്തായാലും ബ്ലാസ്റ്റ് ആവും. വില്ലന്മാര് ജീവനും കൊണ്ട് ഓടുക. ഇവൻ പ്രാന്തനാടാ, നമ്മളെ കൊല്ലു ഓടിക്കോന്ന് പറഞ്ഞ് അവർ ഓടാൻ തുടങ്ങും. ഈ ചെറുക്കനാണെങ്കിൽ ചീറ്റുന്ന പെട്രോൾ ഓഫ് ആക്കാനും പറ്റില്ല. അത് കത്തിപ്പടരാൻ തുടങ്ങി. അവനും ജീവനും കൊണ്ട് ഓടും. അപ്പോഴേക്കും വില്ലന്മാര് കാർ എടുത്തു കഴിഞ്ഞു. ഓടിച്ചെന്ന് കാറിൽ കയറാൻ നോക്കുമ്പോൾ ബിറ്റനിട്ട് പുതിര തല്ല്. എന്തായാലും അവിടുന്ന് അവർ രക്ഷപ്പെട്ടു പോയി. പ്ലാൻ എല്ലാം പൊളിഞ്ഞു. ആ സ്ഥലം തന്നെ പെട്രോൾ ലീക്കായി വലിയൊരു ബ്ലാസ്റ്റ് സംഭവിക്കുകയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഒരു സുന്ദരക്കുട്ടപ്പൻ അണിഞ്ഞൊരുങ്ങി തന്റെ ടെന്റ് ഹൗസിൽ നിന്നും ഒരു സ്പോർട്സ് കാറുമായി പുറപ്പെടുന്നുണ്ട്. വീട് ചെറുതാണെങ്കിലും അവന്റെ ആഡംബരം വലുതാണ്. ഈ നേരം ബ്ലാസ്റ്റ് സംഭവിച്ച നഴ്സറിയില്ലേ, അവിടെ പോലീസുകാർ സെർച്ചിങ്ങിലായിരിക്കും. അവർക്കൊരു ഡ്രിൽ ബിറ്റ് കിട്ടുന്നുണ്ട്, 1 ഇഞ്ചിന്റെ ഡ്രിൽ ബിറ്റ്. ഇത് കണ്ട ഉടനെ ചെറുപ്പക്കാരൻ പോലീസുകാരന് കാര്യം മനസ്സിലായി. എണ്ണ കൊള്ളയടിക്കാൻ വന്ന ഏതോ ടീമുകൾ ചെയ്താണ് ഈ പരിപാടി. അതുകൊണ്ടാണ് ബ്ലാസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അതിലും 1 ഇഞ്ച് ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുന്നവൻ ആ നാട്ടിലെ പ്രശസ്ത തുളപ്പുകാരനാണ്. പേര് ഡ്രിൽ ബിറ്റ്. അവനായിരിക്കും ഈ ബ്ലാസ്റ്റ് ഉണ്ടാവാൻ കാരണമെന്ന് ചെറുപ്പക്കാരൻ പോലീസ് സീനിയറോട് പറയും. എന്നാൽ സീനിയർ അത് ചെവിക്കൊള്ളില്ല. ഗ്യാസിന്റെ പ്രഷർ മൂലമായിരിക്കും പൊട്ടിയിട്ടുണ്ടാവുക എന്നാണ് പുള്ളിക്കാരൻ വിചാരിക്കുക. ഈ കേസ് അങ്ങനെ ക്ലോസ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ചെറുപ്പക്കാരൻ പോലീസ് ഇവരെന്തായാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഡ്രിൽ ബിറ്റിനെ എവിഡൻസ് വെച്ച് നമ്മൾ പിടിക്കണം, അവനെ ഫോളോ ചെയ്ത് പോകാമെന്ന് പുള്ളി പറയുന്നുണ്ട് മറ്റൊരു പോലീസിന്റെ അടുത്ത്. ഈ നേരം വേറെ 2 കൊള്ളക്കാർ, അവരിലൊരാൾ വെള്ളത്തിൽ മുങ്ങി പുഴയുടെ അടിയിൽ കൂടെ പോകുന്ന പൈപ്പിന് തുളയിട്ട് അതിൽ നിന്ന് പെട്രോൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. അവിടെ തുളയിടുമ്പം സ്പാർക്ക് ഉണ്ടായാലും പെട്ടെന്ന് തീ പിടിക്കില്ലല്ലോ, വെള്ളമായതുകൊണ്ട്. അതുകൊണ്ടാണ് സേഫ്റ്റി ആയിട്ട് ഇവര് പുഴയിലിറങ്ങി തുളയ്ക്കുന്നത്. ഈ എണ്ണ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ലോറിയാണെങ്കിൽ ഒരു അപ്പി വേസ്റ്റ് കൊണ്ടുപോകുന്ന ലോറിയാണ്. അതാവുമ്പോൾ പോലീസുകാർ സംശയിക്കില്ലല്ലോ. അങ്ങനെ എണ്ണ കയറ്റാൻ നിൽക്കുമ്പോഴാണ് നേരത്തെ ഓട്ട തുളച്ച് തീയും പിടിച്ച് ഓടിയില്ലേ ആ റൗഡി ഇവർക്ക് വേണ്ടി കാത്തിരിക്കുക. നീ ഞങ്ങളെ പറ്റിച്ചെല്ലടാന്ന് പറഞ്ഞ് അയാൾ ഇവരെ പിടിച്ച് പൊതിര തല്ലും. കാരണം എന്താന്ന് വെച്ചാൽ ശരിക്കുള്ള ഡ്രിൽ ബിറ്റിനെയല്ല ഇവർ പറഞ്ഞോട്ടത്, ഒരു ഫേക്ക് പയ്യനെയായിരുന്നു പറഞ്ഞോട്ടത്. അതുകൊണ്ടാണ് അവിടെ ബ്ലാസ്റ്റ് ഉണ്ടായത്. ശരിക്കുള്ള ഡ്രിൽ ബിറ്റിനെ തന്നില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. എവിടെയാടാവെന്ന് ചോദിക്കുമ്പം ഈ മുടിയൻ പറയാണ്, അവൻ ഒരു ഹോളിന് $2000 ചോദിക്കും. അത്രയും പൈസ കൊടുക്കാനുണ്ടായിരുന്നില്ല. നിങ്ങൾ തന്നതിൽ ഞാൻ കമ്മീഷൻ അടിച്ച് ഒരു പുതിയ പയ്യനെ പറഞ്ഞോട്ടത്. എന്നോട് ക്ഷമിക്കൂ. ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഡ്രിൽ ബിറ്റിനെ തന്നെ പറഞ്ഞു വിടാന്ന് പറഞ്ഞ് ഇവൻ ഡ്രിൽ ബിറ്റിനെ വിളിക്കുകയാണ്. ആ ഡ്രിൽ ബിറ്റ് പയ്യനായിരുന്നു നേരത്തെ സ്റ്റൈലായി കാറി വന്ന ചെറുക്കൻ, ഒരു ചന്തക്കാരൻ. സോ ഇടിയും കൊണ്ട നമ്മുടെ മുടിയൻ ഡ്രിൽ ബിറ്റിനെ വിളിച്ച്, സ്ട്രോ, നിനക്കൊരു ജോലി പറഞ്ഞിട്ടുണ്ട്, ദയവേത് നീ ഒന്ന് ചെയ്തു കൊടുക്കുമോ, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. ആവശ്യമുള്ള പണം ചോദിച്ചോളൂ, അവൻ നിനക്ക് തരുന്നതായിരിക്കും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ചെറുപ്പക്കാരൻ പോലീസ് അവന്റെ കൂട്ടാളിയുമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഡ്രിൽ ബിറ്റ് അത് കാണും. സാർ, എന്തിനാ അവിടെ വിളിച്ചിരിക്കുന്നത്? നേരിട്ട് വരൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് പറഞ്ഞോളൂ, ഞാൻ തരാമെന്ന് പറയും ഹീറോ. അപ്പൊ ഈ പോലീസുകാരൻ, ഞങ്ങളൊരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് വന്നിരിക്കുക, നിന്റെ കാല് കാണിക്കി. കഴിഞ്ഞ ദിവസം നടന്ന ബ്ലാസ്റ്റിൽ തുളയിട്ടവന്റെ പാന്റ് അവിടെ തന്നെ കിടപ്പുണ്ട്. അത്
കത്തിയിട്ടാണ് അവൻ രക്ഷപ്പെട്ട് ഓടിയത്. എനിക്ക് നിന്നെയാണ് സംശയം, നിന്റെ കാല് കാണിക്കാൻ പറയും. ഹീറോ കാല് കാണിച്ചു കൊടുക്കും. തീ പൊള്ളിയതിന്റെ പാടൊന്നുമില്ല. സോ അവനെതിരെ കേസ് ചാർജ് ചെയ്യാൻ പറ്റില്ല. കൂടെയുള്ള മുടിയനെയും പാൻറ് അഴിക്കാൻ പറയുന്നുണ്ട്. അവനാണെങ്കിൽ മുഴുവൻ ചെക്ക് ചെയ്തോളം പറഞ്ഞിട്ട് മുഴുവനായിട്ട് അഴിച്ച് കാണിച്ചു കൊടുക്കും. വിശാല മനസ്കന. എന്നാലും പോലീസിന്റെ സംശയം തീർന്നിട്ടില്ല. അവർ വീണ്ടും ഷെഡ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു അപ്പി വണ്ടി നിൽപ്പുണ്ട്. സത്യം പറയടാ, ഇതിനകത്തല്ല ഓയില് തുറന്നു കാണിക്കുന്നു പറഞ്ഞ് ഇവരതിന്റെ പൈപ്പ് ഓപ്പൺ ചെയ്യാൻ നിൽക്കുമ്പോൾ ആ മുടിയൻ പറയുന്നുണ്ട്, സാർ അല്ല സാർ, ഇതിനകത്ത് മുഴുവൻ അപ്പിയും യൂറിനുമാണ്, ദയവ് ചെയ്ത് തുറക്കരുത്, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇവന്മാര് കേൾക്കില്ല. രണ്ടും കൽപ്പിച്ച് തുറക്കും. ഓഫീസറുടെ മോന്തയിലും വായിലും അപ്പിയുള്ള ഇങ്ങനെ ഇടിച്ചു കയറുന്നുണ്ട്. ഹീറോ അതെല്ലാം ചിരിച്ച് കണ്ടു കഴിഞ്ഞിട്ട് കാറെടുത്ത് സ്ട്രോ എന്ന് പറഞ്ഞ വില്ലനെ ചെന്ന് കാണും. അയാളടുത്തേക്കാണ് മുടിയൻ പോകാൻ പറഞ്ഞു. അയാൾ പുതിയൊരു തുരങ്കം പണിതിട്ടുണ്ട്. അതിനകത്തുള്ള പൈപ്പിലാണ് ഹോൾ ഇടേണ്ടത്. നമ്മുടെ ചെറുക്കൻ സ്റ്റൈലായി ചെന്ന് വലിയൊരു ഡ്രിൽ ബിറ്റും ഉണ്ട്. ആ പൈപ്പിലൊരു ഹോള് തുറക്കാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് എന്തോ സൂചിയിൽ കുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. സ്പാർക്ക് ഇല്ലാതിരിക്കാനാവണം, അല്ലെങ്കിൽ അതിന്റെ പൊടിയൊക്കെ മാറിപ്പോകാനായിരിക്കണം. കറക്റ്റ് 50 സെക്കൻഡ് ബാക്കിയുള്ളപ്പം അവൻ ഡ്രില്ലിങ് നിർത്തും. നീ മുഴുവൻ തുളച്ചില്ലല്ലോടാ എന്നാ വില്ലൻ ചോദിക്കുന്നുണ്ട്. ഹീറോ പറയും, പൈപ്പിന് 14 mm ആണ് കനമുള്ളത്, ഞാൻ 1 mm മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. മുഴുവൻ തുളച്ചാൽ അവിടെ ഓയിൽ മിസ്റ്റ് ഉണ്ടാവും, സ്പാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 1 mm ബാക്കി വെക്കുകയാണെങ്കിൽ എണ്ണ കടന്നു പോകുമ്പോൾ അതിന്റെ പ്രഷറോട് കൂടെ ആ 1 mm കൂടെ ഓപ്പണായി നമുക്ക് കിട്ടും. സേഫ്റ്റി മുഖ്യം ബിഗിലെ എന്ന് ഹീറോ സ്റ്റൈലായി പറഞ്ഞ് കാത്തിരിക്കുമ്പം എണ്ണ പൈപ്പിലൂടെ പാസ് ചെയ്ത് പോകുന്നു. അതിന്റെ പ്രഷർ കാരണം ഹീറോ പറഞ്ഞതുപോലെ തന്നെ ഈ ഹോള് മുഴുവനായി തുറന്ന് പൈപ്പിലൂടെ എണ്ണ ഒഴുകാൻ തുടങ്ങും. സംഭവം വെട്രി. അങ്ങനെ പണി വൃത്തിയായി കഴിഞ്ഞു. ഹീറോ ചോദിച്ച പേയ്മെന്റ് അയാൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ റൗഡി ചോദിക്കും, എനിക്കൊരു ബേക്കറിനെ അറിയാം, വലിയ ആളാ, അയാൾക്കൊരു മേജർ ജോലി ചെയ്യാനുണ്ട്, നിനക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഹീറോ, ഞാൻ അയാളെ ചെന്ന് കാണാം, എന്നിട്ട് ജോലി എന്താന്ന് നോക്കട്ടെ, പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ് ഹീറോ ആ ബിസിനസ്സുകാരനെ ചെന്ന് കാണുന്നു. സ്റ്റൈലായ ഒരു ചെറുപ്പക്കാരൻ, കാണാൻ വില്ലൻ ലുക്കുണ്ട്. എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഇവര് പുതുതായി ലീസിനെടുത്തിരിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിനടിയിൽ 2 പൈപ്പ് ലൈൻ പോകുന്നുണ്ട് പെട്രോളുമായിട്ട്. ആ 2 പൈപ്പ് ലൈനിലും 2 ഹോള് വീതം ഇടണം. ഇത് കേട്ട് ഹീറോ ചോദിക്കും, 2 ഹോള് വീതോ? അതിൽ നിന്ന് ഒരുപാട് ഓയിൽ വരും 2 ഹോൾ ഇട്ടാ. അത്രയും ഓയിൽ നിങ്ങൾ എവിടെയാണ് സംഭരിക്കാൻ പോകുന്നത്? 100ഓളം ടാങ്കർ വണ്ടികൾ വേണ്ടി വരുമല്ലോ, റിസ്ക് ആണെന്ന് പറയുമ്പം പുള്ളിക്കാരൻ ദൂരെ മലമുകളിലേക്ക് കൈനീട്ടി കാണിച്ചു കൊടുത്തിട്ട്, പണ്ട് അവിടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, ഇപ്പൊ അത് അടച്ചിരിക്കുകയാണ്. ആ ഫാക്ടറിക്ക് വേണ്ടി വലിയ വലിയ വാട്ടർ ടാങ്കുകളുണ്ട് ആ സ്ഥലത്ത്, അതിനകത്താണ് നമ്മൾ സംഭരിക്കാൻ പോണേന്ന് പറയും. ഇനിയും 50 ദിവസത്തിനകം ആ വാട്ടർ ടാങ്കുകൾ പുതിയ ബിൽഡേഴ്സ് അവിടുന്ന് പൊട്ടിച്ചു കളയും. അവിടെ ഫ്ലാറ്റുകൾ വരാൻ പോവാ. സോ അതിനുള്ളിൽ നമ്മൾ ആ വാട്ടർ ടാങ്കിലേക്ക് ഇത്രയും പെട്രോൾ സംഭരിക്കുകയും അത് സെയിൽ ചെയ്യുകയും വേണം. സോ നിനക്കുള്ളത് വളരെ ചുരുങ്ങിയ സമയമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ നീ ആ ഹോൾ ഇട്ട് തരാണെങ്കിൽ നീ പറഞ്ഞ പേയ്മെന്റ് തരാമെന്ന് പുള്ളി പറയും. ഹീറോ സമ്മതിച്ചിട്ട് 1 മില്യൺ വോൺ ചോദിക്കുകയാണ്. അവരുടെ നാട്ടിലെ 1 മില്യൺ പണം. അത് കൊടുക്കാന്ന് വില്ലനും പറയും. എന്നിട്ട് കരാറിന് വേണ്ടി ഇവരാ തുറക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ ഹീറോയുടെ കൂടെ ജോലി ചെയ്യാൻ വേറെയും 2-3 പേരുണ്ട്. അഡ്വാൻസ് പണം 500K ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഹീറോയ്ക്ക് ഇവർ കൈമാറുന്നുണ്ട്. ഹീറോയുടെ കൂടെ ജോലി ചെയ്യുന്നതിൽ ഒരു ഗുണ്ടു പയ്യനുണ്ടാവും. അവൻ പറയും, കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറവ് എനിക്കാ, 29 വയസ്സായിട്ടുള്ളൂ. നിന്നെ കാണാൻ 48 വയസ്സുണ്ടല്ലോടാ, എന്നിട്ട് 29 വയസ്സായിട്ടുള്ളൂ, നീ എന്ത് പണിയാ ചെയ്യാൻ പോണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അവന് തുരക്കലാണ് പണിയെന്ന്. സോ അവൻ തുരക്കാൻ പോകുന്നു. വേറൊരാൾ വെൽഡറാണ്, മറ്റൊരാൾ സഹായി. ഇനി വില്ലന്മാര് അവരോട് കരാറ് പറയാ, ഈ തുരക്കൽ കോൺട്രാക്ട് കഴിയുന്നതിന് മുന്നേ ആരെങ്കിലും രക്ഷപ്പെട്ടു ഓടാൻ ശ്രമിച്ചാൽ അഡ്വാൻസ് പണത്തിന്റെ ഡബിൾ ഇരട്ടി തിരിച്ചു കൊടുക്കണം. പിന്നെ അവരുടെ കുടുംബവും ഇവർ വഴിയാതാരാക്കും. ഈ ഹോട്ടൽ വിട്ട് പുറത്തു പോകാനും പാടില്ല, മറ്റാർക്കും കോൺടാക്ട് ചെയ്യാനും പാടില്ല. ഇവര് ഫോണെല്ലാം വില്ലന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു കണ്ടീഷൻ, ഹോട്ടലിൽ അലാം കേട്ട് കഴിഞ്ഞാൽ അത് ഡേഞ്ചർ സീന, ഉടനെ ഇവരെ ജോലി നിർത്തിവെക്കണം. കാരണം ആരെങ്കിലും ഹോട്ടലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അലാം അടിക്കും. ഹോട്ടലിന് ഫ്രണ്ടിലായ റിസപ്ഷനിസ്റ്റ് ഒരു ലേഡിയാ. അവരാരെങ്കിലും ഹോട്ടലിനകത്തേക്ക് വന്നാൽ ഉടനെ തന്നെ ഇവർ ഇൻഫോം ചെയ്യും അലാം അടിച്ചിട്ട്. ഇപ്പൊ പാവം ഒരു കപ്പിള് ഒളിച്ചും പാത്തും മുറിയെടുക്കാൻ വരുന്നുണ്ട്. പക്ഷെ എല്ലാ മുറിയും ബുക്ക്ഡാണ്, തിരിച്ചു പോകാൻ പറഞ്ഞ് അവരിവരെ ഇറക്കി വിടുകയാണ്. ഹോട്ടലുകാർ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ അവരെവിടെ പോകാനാ? പാർക്കിലെ പൊന്തക്കാട്ടിലോ ബീച്ചിലെ പാറമടയിലോ ചെന്നിരിക്കേണ്ടി വരും പാവങ്ങൾ. ഈ സമയം ഹീറോയ്ക്കും ടീമിനും വില്ലന്മാര് തുരക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അത് അണ്ടർഗ്രൗണ്ടിലാ. വന്നെത്തിയ ഉടനെ ഗുണ്ടപ്പം പണി തുടങ്ങും. അങ്ങനെ അവരവിടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വില്ലന്റെ സെക്രട്ടറി വില്ലനോട് പറയാണ്, അവർക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അത് വിൽക്കുകയാണെങ്കിൽ ഇവര് കടം വാങ്ങിച്ച പണം കൊടുക്കാൻ പറ്റും. എന്നാൽ വില്ലൻ അതിന് സമ്മതിക്കില്ല. കടം വാങ്ങിച്ച പണം ഇപ്പൊ കൊടുക്കണ്ട, നമ്മുടെ എണ്ണയ്ക്കെല്ലാം വലിയൊരു ഹൈപ്പ് വരാൻ പോവാ, കുറച്ചു നാളൂടെ കഴിഞ്ഞാൽ ഒരു വലിയ പൊട്ടിത്തെറി സംഭവിക്കും, അതുവരെ നമുക്ക് കാത്തിരിക്കാം, നമ്മുടെ എണ്ണ ഈ ലോകത്തില്ലാത്ത വിലയ്ക്ക് വിൽക്കാൻ പോവാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ആഘോഷിക്കുക. ഈ സമയത്ത് ഇവിടെ ഹീറോയും ടീമും കുറച്ചു ദൂരം തുളച്ചു വന്നു കഴിഞ്ഞു. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. മോളിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ടാവും ഈ തുരങ്കത്തിലേക്ക്. മോളിലായിട്ട് വെള്ളക്കെട്ട് എന്തോ ഉണ്ട്. ഇങ്ങനെ ഈർപ്പമുണ്ടെങ്കിൽ അധികം വൈകാതെ ആ ഭാഗം ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മറ്റേതെങ്കിലും വഴിയിലൂടെ തുളച്ചാലോ എന്ന് മൂത്ത ആശാരിക്കാരൻ ഹീറോയോട് ചോദിക്കും. എന്നാൽ ഹീറോ അതിനുള്ള സമയമില്ല. അവരത്രയും സമയം നമുക്ക് തന്നിട്ടില്ല. ഡെഡ് ലൈൻ
റീച്ച് ആവാനായി. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ മുന്നോട്ട് തുരന്നു പോയിക്കോളൂ എന്ന് പറയും. ഈ തുരങ്കത്തിന്റെ അവസ്ഥയും മുകളിലുള്ള അവസ്ഥയും ശ്രദ്ധിക്കേണ്ടത് മൂത്താശാരിയുടെ ജോലിയായിരുന്നു. അയാൾ ഉഴപ്പിയതുകൊണ്ടാണ് ഇപ്പൊ ഈർപ്പത്തിന്റെ ബുദ്ധിമുട്ട് വന്നത്. അത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളായിരുന്നു. ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ ഈ വെൽഡറായിട്ട് വന്ന ചെറുക്കൻ ഹീറോയെ കുറെ ചീത്ത പറയുന്നുണ്ട്. നീ എന്നോട് എല്ലാവരെയും മിരട്ടുന്നു, നീ ഞങ്ങളെ പോലൊരു ജോലിക്കാരനല്ലേ, നീ പറയുന്ന അനുസരിക്കാനാണോ ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങളെങ്ങാനും ചത്തുപോയാൽ ഞങ്ങളുടെ കുടുംബത്തിന് ആര് സമാധാനം പറയും. ഇതും പറഞ്ഞ ചൊടിയൻ ദേഷ്യപ്പെടുമ്പം ഹീറോ ചോദിക്കുകയാണ്, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായടാ, നീ എന്റെ പേരും പറഞ്ഞ് തുളയിടാൻ പോയി കാലി പൊള്ളൽ വാങ്ങിച്ചിട്ട് വന്നവനല്ലേ, ഇനി മേലെ എന്റെ പേര് നാറ്റിക്കരുതെന്നും പറഞ്ഞ് ആ ചെറുക്കന്റെ കാല് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവന്റെ കാലി പൊള്ളിയിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം കണ്ട തുളയിട്ട് ബ്ലാസ്റ്റ് ആക്കി ഓടിപ്പോയത് ഈ വെൽഡർ ചെറുക്കനാണ്. ഈ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാരൻ പോലീസുകാരനല്ലേ, അവൻ തന്റെ കൂട്ടുകാരനുമായി ഈ പെട്രോളിന്റെ പൈപ്പ് പോകുന്ന അടിയിൽ കൂടെ പോകുന്ന എല്ലാ ബിൽഡിങ്ങുകളും ചെക്ക് ചെയ്യും. കാരണം അവന് സംശയമുണ്ട് ഈ വില്ലന്മാര് വീണ്ടും എവിടെയെങ്കിലും ഇതേപോലത്തെ പണികൾ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ അവൻ പരിശോധിച്ചൊരു പഴയ കെട്ടിടത്തിനകത്ത് മറ്റൊരു തുരങ്കം കണ്ടുപിടിക്കും. ഈ നേരത്ത് ഹീറോയ്ക്കും ടീമിനും വേറൊരു കുഴപ്പം. ഇവര് തുരന്നു പോകുമ്പോൾ അവിടെ വലിയൊരു പാറയുണ്ട്. ആ പാറ ഷവല് വെച്ച് തുറക്കാൻ പറ്റില്ല, ഡ്രില്ല് ചെയ്ത് പൊട്ടിക്കാനേ പറ്റുള്ളൂ. എന്നാൽ ഡ്രില്ല് ചെയ്താൽ പുറമേ ഉള്ളവർക്ക് ശബ്ദം കേൾക്കും. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ആശാരി. ഹീറോ വീണ്ടും ദേഷ്യപ്പെടും. വഴിയൊക്കെ നോക്കാതെയാണോ നിങ്ങൾ ഈ കരാർ ഏറ്റെടുത്ത്? വഴി നോക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ? ഓരോ കുഴപ്പങ്ങളും ഉണ്ടാക്കി വെക്കുക. ഇനി വേറെ വഴിയില്ല, നിങ്ങൾ ഡ്രില്ല് ചെയ്തോളൂ, ഞാൻ ശബ്ദം വരാതിരിക്കാൻ മറ്റൊരു വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഹീറോ നേരെ വെൽഡർ ചെറുക്കൻ്റെ അടുത്ത് പോയിട്ട്, നിന്നെക്കൊണ്ട് ഉപകാരങ്ങളില്ല, എന്നൊരു കാര്യം ചെയ്യ്, പാട്ടുപാടി ശബ്ദം ഉണ്ടാക്കുക, ഡ്രില്ല് ചെയ്യുന്ന ശബ്ദം മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല, അങ്ങനെയെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഉച്ചത്തി മ്യൂസിക് വെച്ച് പാട്ട് പാടിക്കുകയാണ്. അപ്പൊ അയൽവാസികൾ പാട്ട് പാടിയാലും അവർക്ക് ശബ്ദമലിനീകരണമാണല്ലോ. അവര് പോലീസിന് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു പോലീസുകാരൻ ഇവരെ ഹോട്ടലിലേക്ക് വരുന്നു. അയാൾ റിസപ്ഷനിലെ ലേഡിയോട്, ഇവിടെ നിങ്ങൾക്ക് ബാറുണ്ടോ, എന്തുകൊണ്ടാണ് ഇത്രയും മ്യൂസിക്കിന്റെ ശബ്ദം വരണമെന്ന് ചോദിക്കുക. അപ്പൊ ആ ലേഡി പറയും, സാർ, ഒരു പ്രാന്തനായ താമസക്കാരനുണ്ട്, അയാൾക്ക് പാട്ട് പാടുന്ന ഇഷ്ടാത്രേ, ഞങ്ങൾക്ക് ബാറില്ല, പുള്ളിക്കാരനാണ് പാടണേന്ന് പറയും. ഉടനെ പോലീസുകാരൻ എനിക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് നേരെ അയാളുടെ മുറിയിലേക്ക് പോവാ, നമ്മുടെ വെൽഡറിന്റെ മുറിയിലേക്ക് പോവാ. ഉടനെ ലേഡി, നമ്മുടെ റിസപ്ഷൻ ലേഡി ഹീറോനെയും ടീമിനെയും വിളിച്ചു പറയും, പോലീസുകാരൻ വരുന്നുണ്ട്, ഡ്രില്ലിങ് നിർത്താൻ. എന്നാൽ അവരത് കേൾക്കുന്നില്ല ഈ ഡ്രില്ലറിന്റെ ശബ്ദം കൊണ്ട്. ഇവിടെ പോലീസ് വന്ന് നോക്കുമ്പോൾ വെൽഡർ ചെറുക്കം പാടിക്കൊണ്ടിരിക്കുക. അവൻ പാടുന്നുണ്ടെങ്കിലും വീണ്ടും ഡ്രില്ല് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. ഇയാൾ സംശയപ്പെട്ട് ചെറുക്കൻ അവിടെ തന്നെ ഇട്ട് ഈ ഡ്രില്ലിങ് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് വരും. ഭാഗ്യത്തിന് അപ്പോഴേക്കും ഹീറോയ്ക്കും ടീമിനും വിവരം കിട്ടി. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് സ്യൂവേജ് പൈപ്പിന് ഡ്രില്ല് ചെയ്യുന്ന പോലെ കാണിക്കും. ഈ പോലീസുകാരൻ വരുമ്പോൾ, നിങ്ങളെന്താ രാത്രി പണിയെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ, കുറെ നാളായി ഈ ഹോട്ടൽ പൂട്ടിക്കിടക്കുന്നതുകൊണ്ട് സ്യൂവേജ് പൈപ്പെല്ലാം ബ്ലോക്കായി കിടക്കുക, ഞങ്ങൾ അത് ശരിയാക്കുകയാണെന്ന് പറയും. ഇവരാ തുരങ്കം ഒരു അലമാര വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസുകാരന് സംശയം ഉണ്ടാവില്ല. പുള്ളിക്കാരൻ ഇറങ്ങിപ്പോകുന്നു. പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയ ഉടനെ കുണ്ടപ്പന അലമാരയും കൊണ്ട് തെറിച്ചടിച്ചു വീഴും. പാവം ചെറുക്കൻ ഒരുപാട് നേരമായി ആ അലമാരയും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിയുമ്പോൾ ടണലിലെ ഇലക്ട്രിസിറ്റി, ലൈറ്റിന് വേണ്ട കറണ്ടിന് ചില ഇഷ്യൂസ് ആവുന്നുണ്ട്. സോ നമ്മുടെ റിസപ്ഷനിലെ പെൺകുട്ടി ഇവരെ സഹായിക്കാൻ വേണ്ടി ടണലിനകത്തേക്ക് വരും. ഈ നേരം ഹീറോയിൻ ടീമും ആ അലമാര എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. കയ്യിൽ സ്ലിപ്പായി അത് പൊടോന്ന് തന്നെ വീഴുമ്പം ടണലിനകത്തേക്ക് ഒരു ജെർക്ക് പോയിട്ട് ഈർപ്പം ഉണ്ടായിരുന്നില്ലേ, ആ ഭാഗം നിലത്തേക്ക് ഇടിഞ്ഞു വീഴും. സോ നമ്മുടെ റിസപ്ഷൻ കുട്ടിയും കുണ്ടപ്പനും അകത്ത് കുടുങ്ങിപ്പോയി. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. വെൽഡർ പറയും, ഒരു കാര്യം ചെയ്യാം, അവരുടെ പണം കൂടി എടുത്തിട്ട് നമ്മൾ ഓടിപ്പോയാലോ, പണി എന്തായാലും മുടങ്ങിയില്ലേ. ഹീറോ അവനെ ചീത്ത പറയാ, വില്ലന്മാരെ നമ്മളെ വെറുതെ വിടുന്നു വിചാരിച്ചോളാ, അതുമല്ലാതെ മരിക്കാൻ കിടക്കുന്ന രണ്ടുപേരെ വിട്ടിട്ട് പോവേ, തോന്നിയാസം പറയില്ലേന്ന് പറഞ്ഞിട്ട് ഇവരാ ഇടിഞ്ഞ മണ്ണിനെ തുരക്കാൻ പറ്റുമെന്ന് നോക്കുമ്പം ആ ഇടിഞ്ഞ ഭാഗത്തോട് ഒരു ഗ്യാസ് പൈപ്പ് പോകുന്നതായിട്ട് കാണും. പെട്രോളിന്റെ അല്ല, ഗ്യാസ് പൈപ്പ്. അതും ഡേഞ്ചറാണ്. എന്തായാലും അതിരിക്കട്ടെ, നമുക്ക് ഈ മണ്ണ് തോണ്ടി മാറ്റാന്ന് പറഞ്ഞ് ഇവര് മണ്ണ് തോണ്ടി മാറ്റാൻ തുടങ്ങും. ഇവിടെ ഗുണ്ടു ആണെങ്കിൽ ഞാൻ മരിച്ചു പോയേന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. പാവം നമ്മുടെ പെൺകുട്ടിയായിരിക്കും തുരക്കുന്നത്. അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും തുരന്ന് അവസാനം ഒരു ഹോള് കിട്ടി പിള്ളേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഈ നേരത്ത് നമ്മുടെ ചെറുപ്പക്കാരൻ പോലീസുകാരനില്ലേ, അയാൾ കണ്ടുപിടിച്ച തുരങ്കത്തെപ്പറ്റി പുള്ളിക്കാരൻ പോലീസിന്, ബാക്കിയുള്ള പോലീസിന് ഇൻഫോം ചെയ്യും. അവർ ആ തുരങ്കമുള്ള ബിൽഡിങ്ങിലേക്ക് വന്ന് ആ ബിൽഡിംഗ് സീൽ ചെയ്യുന്നു. ഇവിടെ ഒരു തുരങ്കം ഉണ്ടെങ്കിൽ വില്ലന്മാര് മറ്റ് സ്ഥലങ്ങളിലും തുറന്നിട്ടുണ്ടാവണം. അവന്മാർ ഒരു ടണൽ മാത്രമല്ല ഉണ്ടാക്കിയിട്ടുണ്ടാവുക, വേറെ ഉണ്ടാവും. ഞാനത് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയിൻ ടീമും രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് പകലായിരിക്കും കിടന്നുറങ്ങുക. എല്ലാവരും സമാധാനമായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മൂത്താശാരി, അങ്ങേർക്ക് ക്യാൻസർ ഉണ്ട് പാവം. അയാൾ പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുക. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ വെൽഡറില്ലേ, പരന്താങ്ങി വെൽഡർ, ആ വെടക്ക് ചെറുക്കൻ ഇവരുടെ എല്ലാം പണം എടുത്തിട്ട് അവിടെ നിന്ന് കടന്നു കളയാൻ ശ്രമിക്കും.
ഭാഗ്യത്തിന് അലാം അടിക്കുന്നതുകൊണ്ട് ഹീറോ ഓടി വന്ന് അവനെ പിടിക്കുക. അവനെ പിടിച്ച് അടിച്ചെടുത്തോണ്ട് വരുമ്പം ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് എന്തിനാ പാവത്തിന് അടിക്കണേന്ന്. എന്നാൽ ഇവരുടെ പണവും കൂടെ കൊണ്ടാണ് അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നറിയുമ്പോൾ ഗുണ്ടുപയ്യൻ അവനെ പുതിരിട്ട് തല്ല നടന്നു. അപ്പൊ വെൽഡർ മുട്ടുകുത്തിയിരുന്നിട്ട് ഇവരോട് കെഞ്ചി പറയാണ്, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് 4 വയസ്സുള്ള ഒരു മകനുണ്ട്. അവന് വളരെ റെയർ ആയിട്ടുള്ള ഡിസീസാ. അതിന് ചികിത്സിക്കാൻ തന്നെ ഒരുപാട് പണം വേണം. ഞാൻ എങ്ങാനും ആ ടണലിൽ കിടന്ന് മരിച്ചാൽ എന്റെ മകനും മരണപ്പെടും. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. അതുകൊണ്ട് അറിയാതെ ചെയ്തു പോയതാ. എന്നോട് ക്ഷമിച്ച് എന്നെ വെറുതെ വിടണം. ആശാരിയും പറയും, പാവം അവന്റെ അവസ്ഥ കൊണ്ട് അവൻ ചെയ്തു പോയതല്ലേ, അവനെ വെറുതെ വിട്ടേക്കുന്നു. സോ ഹീറോ അവനെ വെറുതെ വിടുന്നു. എന്നാൽ ഇവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് റിസപ്ഷൻ ലേഡി കണ്ടുപിടിച്ചല്ലേ. അതെങ്ങനെയാണ് അവൾ കണ്ടുപിടിച്ചതെന്ന് ഹീറോ അവളോട് ചെന്ന് ചോദിക്കും. അപ്പൊ അവളുടെ മുറിയിൽ കുറെ അധികം CCTV വിഷ്വൽസ് ഉണ്ടാവും. ഇവരെ ബെഡ്റൂമിൽ വരെ CCTV വെച്ചിട്ടുണ്ട്. ആരെന്ത് ചെയ്താലും ഇവൾക്കറിയാം. ഇവരുടെ അനക്കങ്ങൾ വില്ലൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണിനെ അവിടെ നിയമിച്ചിരിക്കുന്നത്. സോ വെൽഡർ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളത് സ്പോട്ടിൽ തന്നെ വില്ലൻ അറിയും. അയാൾ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ടീമിന് അവസാനമായിട്ട് ഒരൊറ്റ ചാൻസും കൂടെ ഞാൻ തരും. ഇപ്പൊ തന്നെ നിങ്ങൾ റൂള് ബ്രേക്ക് ചെയ്തു. ഈ ഒരു അവസരം കൂടെ നിങ്ങൾ പാഴാക്കിയാൽ നിങ്ങൾ എല്ലാവരെയും ഇവിടെ വെച്ച് ഞാൻ കൊന്നുകളയും. എവിഡൻസ് പോലും ഉണ്ടാവില്ല, ആരും അന്വേഷിച്ചും വരില്ല എന്ന് പറഞ്ഞ് ഹീറോയെ ഭീഷണിപ്പെടുത്തും. ഹീറോ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും ജോലിക്ക് കയറുകയാണ്. ഈ നേരത്ത് വില്ലൻ വെൽഡറെ പിടിച്ചോണ്ടുപോയി, ഞാൻ നിന്നെ കൊന്നുകളയും. നിനക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ടണലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് അപ്പ റിപ്പോർട്ട് ചെയ്യണം. നീ എൻ്റെ ചാരനാണെന്ന് അവരറിയാനും പാടില്ല. ഞാൻ അറിയാതെ അവിടെ ഒരു കാര്യങ്ങളും നടക്കരുത്. അങ്ങനെ ചെയ്താൽ പേയ്മെന്റിന് പുറമെ 1 ലക്ഷം കൂടെ ഞാൻ തരും. നിന്നെ ജീവനോടെ വിടുകയും ചെയ്യാം. വെൽഡർ അതിന് സമ്മതിക്കും. വില്ലൻ ഒരു ഓയിൽ കച്ചവടക്കാരനാ. ഒരു റിഫൈനറി ഉണ്ട് പുള്ളിക്കാരന്. ഇപ്പൊ അവരുടെ കയ്യിലെ സ്റ്റോക്കുള്ള ഓയിലിന്റെ മതിപ്പ് കുറഞ്ഞിരിക്കുക. സോ ഒരുപാട് പണത്തിന്റെ ലോസ് ഉണ്ട്. ആ കണക്ക് എങ്ങനെ നമ്മൾ നികത്തും? ലോണ് തന്ന കടംകാരോട് നമ്മൾ എന്ത് മറുപടി പറയും എന്ന് സെക്രട്ടറി ചോദിക്കുമ്പം, കുറച്ച് നാളൂടെ കഴിയട്ടെ, നമ്മൾക്ക് ഡബിൾ പേയ്മെന്റ് ആയിരിക്കും കിട്ടാൻ പോണേന്ന് പറയും വില്ലൻ. ഈ സമയത്ത് പോലീസുകാര് ഈ പൈപ്പ് പോകുന്ന വഴിയെല്ലാം സെർച്ചിങ് ആണ്. അവർക്ക് സംശയമുള്ള ഭാഗത്തെല്ലാം അവർ സെർച്ചിങ് ആയിരിക്കും. മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടാണ് അവർ സെർച്ച് ചെയ്യുക. കാരണം തുറക്കാൻ ആയുധങ്ങൾ ഉപയോഗിക്കുമല്ലോ, അത് മെറ്റൽസ് ആയിരിക്കും. സോ ഡിറ്റക്ടർ വെച്ച് എവിടെയെങ്കിലും ടണൽ ഉണ്ടോ എന്ന് അവർ സെർച്ച് ചെയ്യാണ്. ഇത് നമ്മുടെ CCTV ലേഡി കാണുന്നുണ്ട്. ലേഡി ഉടനെ ഹീറോ ടീമിനെ വിളിച്ച് ഇൻഫോം ചെയ്യും, നിങ്ങളെ ടണലിന് മുകളിലായി പോലീസുകാർ എത്തിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവിടുന്ന് മെറ്റൽസ് മാറ്റൂ. ഹീറോയിൻ ടീമും ആ ടണലിനകത്തുള്ള മെറ്റൽസ് എല്ലാം കൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുക. പുറത്ത് എത്തിക്കഴിഞ്ഞിട്ടാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുക, തന്റെ വാച്ച് അകത്തന്നെ മറന്നു വെച്ചു. അത് മെറ്റലാണല്ലോ. ഡിറ്റക്ടർ ഉപയോഗിച്ചാൽ അതും പോലീസുകാർക്ക് മനസ്സിലാക്കും. സോ ഹീറോ ഓടിച്ചെന്ന് ആ വാച്ച് എടുത്ത് തിരിഞ്ഞോടി വരുമ്പോൾ ഈ ടണലിൽ കൂടെ പോകുന്ന ഗ്യാസ് പൈപ്പ് അത് പൊട്ടി ലീക്ക് ആവുന്നുണ്ട്. ആ ഗ്യാസ് മണത്തതോടെ പുള്ളിക്കാരൻ ബോധം കെട്ട് വീഴാണ്. അങ്ങനെ വിട്ടാൽ ഹീറോ മരണപ്പെടും. സോ നമ്മുടെ ആശാരി മാസ്ക് ഇട്ട് ഹീറോയെ ഓടിച്ചെന്ന് അവിടുന്ന് പൊക്കിയെടുത്തോണ്ട് വരും, രക്ഷപ്പെടുത്തും. ഈ നേരം പോലീസുകാര് സംശയമുള്ള ഭാഗം തുറന്നു നോക്കുമ്പം അതിലൂടെ ഗ്യാസ് പൈപ്പാണ് പോണേന്ന് മനസ്സിലാക്കും. ഗ്യാസ് പൈപ്പിന്റെ മെറ്റലാണ് ഡിറ്റക്ടറിലൂടെ കണ്ടേന്ന് വിചാരിച്ചിട്ട് അവര് ജോലി നിർത്തി അവിടുന്ന് തിരിച്ചു പോവാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ പിള്ളേര് രക്ഷപ്പെട്ടു. ഇപ്പൊ ഹീറോയോട് ആശാരി ചേട്ടൻ ചോദിക്കും, നമ്മളിവിടെ ലോക്ക്ഡ് ആണ്, പക്ഷെ ഒരു ദിവസം നിങ്ങൾ എനിക്ക് ഗ്യാപ്പ് തരുമോ? ഇന്നെന്റെ ഭാര്യയുടെ ഓപ്പറേഷനാ, അതിനെങ്കിലും ഞാൻ കൂടെ ചെന്ന് നിന്നോട്ടെ. ആ ഓപ്പറേഷൻ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ജോലിക്ക് വന്നത്, എന്നെ പോകാൻ അനുവദിക്കുമെന്ന് ചോദിക്കും. എന്നാൽ ഹീറോയ്ക്ക് പുള്ളിയെ വിടാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ആരെങ്കിലും ഇവിടുന്ന് പോയി എന്നറിഞ്ഞാൽ വില്ലൻ ബാക്കിയുള്ളവരെ തട്ടും. സോ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. ഇതെല്ലാവരും മുന്നിൽ വെച്ച് പറയുമെങ്കിലും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഹീറോ മറ്റൊരു ടണൽ കുഴിക്കുന്നുണ്ട്. ഇതേ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മറ്റൊരു സൂവേജ് പാത പോകുന്നുണ്ടാവും. ആ പാതയിലൂടെ പോയാൽ ഇന്ന് രാത്രി തന്നെ ഭാര്യയെ കണ്ട് തിരിച്ചു വരാം. സോ വില്ലൻ അറിയാതെ ആ പാതയിലൂടെ ആശാരി ഡാഡിനെ കൊണ്ടുപോകാനാണ് ഹീറോ തീരുമാനിച്ചത്. എന്നാൽ വെൽഡർ ചെറുക്കൻ ഇത് കണ്ടുപിടിച്ചു. അവൻ ചോദിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ, എന്റെ കാലം പൊള്ളിയിട്ടുണ്ടല്ലോ, ഞാൻ പുറത്ത് ചെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങളെ കൂടെ തന്നെ തിരിച്ചു വരാം, ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ഇവരും വില്ലനോട് പറഞ്ഞു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇവനെയും കൊണ്ടുപോകുന്നുണ്ട്. ഇവര് കുഴിക്കുന്നത് നമ്മുടെ റിസപ്ഷൻ ലേഡി കാണും. അവൾക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. എന്നാൽ ആ പെണ്ണ് റിപ്പോർട്ട് ചെയ്യുന്നില്ല. നല്ല കുട്ടിയാന്ന് തോന്നുന്നു. പക്ഷേ ഈ വെൽഡർ തെണ്ടിച്ചക്കൻ വില്ലൻ ഇവര് രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വില്ലൻ ഇവരെ പിടിക്കാൻ പുറപ്പെടുന്ന സമയത്താണ് അവൻ കടം വാങ്ങിച്ച വേറെ 2 മാഫിയക്കാർ വന്ന് വില്ലനെ മിരട്ടുന്നു. എത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്നെ അടിച്ചു പുറത്താക്കി നിന്റെ ഓഫീസ് ഞങ്ങൾ കൈക്കലാക്കുന്നു പറഞ്ഞ് വില്ലനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരിറങ്ങിപ്പോവും. ഈ സമയം ഹീറോയിൻ ടീമും ആ സുവേജ് പാത്തിലൂടെ പുറം ലോകത്തേക്ക് ഇറങ്ങി വരികയാണ്. ആശാരി അച്ഛൻ ഭാര്യ ചെന്ന് കാണുമെങ്കിലും ഓപ്പറേഷൻ ഫെയിലായി ഭാര്യ മരണപ്പെടുകയാണ് ചെയ്ത്. അവരെ മരണച്ചടങ്ങിനായിരിക്കും ഇവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും ആ ചടങ്ങ് കഴിഞ്ഞ് ഉടനെ തന്നെ അവർ തിരിച്ചു പുറപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഒരു ഗാർഡൻ നടത്തുന്ന ചേച്ചി പോലീസുകാരെ വിളിച്ച് ആരൊക്കെയോ അനാവശ്യമായി കുറെ മണ്ണ് കൊണ്ടുവന്ന് എന്നോട് ചോദിക്കാതെ എന്റെ തോട്ടത്തിൽ തള്ളിയിട്ട് പോയിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പോലീസുകാരെ വിളിച്ചു വരുത്തിയിരിക്കുക. പോലീസുകാർ ആ മണ്ണൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ കുറെ ഗ്രനൈറ്റ് പീസുകളുണ്ട്. അത് ക്യാപിറ്റൽ ഹോട്ടലിൽ ഉണ്ടായിരുന്ന അതേപോലത്തെ ഗ്രനൈറ്റ് പീസുകളാണ്. ആ ഹോട്ടലിൽ ചെന്നപ്പം ചെറിയ പോലീസുകാരൻ ഇതേപോലുള്ള ഗ്രനൈറ്റ് അവിടെ കണ്ടിരുന്നു. അവർ സ്യൂവേജിലേക്ക് ഒരു കുഴി കുത്തുന്നതും അയാൾ കണ്ടിരുന്നു.
ഇതാ പോലീസുകാരൻ നമ്മുടെ ചെറുപ്പക്കാരൻ പോലീസിനോട് പറഞ്ഞു കൊടുക്കും. ഈ സമയത്ത് ഹീറോയും ആശാരിയുമെല്ലാം തിരിച്ച് ഹോട്ടലിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അവർക്ക് അവിടെ ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ടായിരുന്നു. വില്ലന്മാര് ഇവര് പുറത്തു പോയ വിവരം അറിഞ്ഞിട്ട് ഇവരെ പിടിക്കാൻ വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ട്. വില്ലൻ പറയും, നിങ്ങൾ വീണ്ടും കോൺട്രാക്ട് തെറ്റിച്ചു, ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുക. ഒരുത്തിനെയും ഞാൻ വെറുതെ വിടില്ല, നിങ്ങളുടെ കുടുംബത്തെയും ഞാൻ വെറുതെ വിടില്ല. അവൻ ആ റിസപ്ഷൻ ലേഡീനെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. അവളും ഇവരെ സഹായിച്ചവന് മനസ്സിലായി. അപ്പോ നമ്മുടെ ആശാരി ഡാഡി വന്നിട്ട്, സർ ക്ഷമിക്കണം, എന്റെ ഭാര്യയുടെ സർജറി കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാല് പിടിച്ച് ചോദിച്ചപ്പോഴാണ് ഡ്രിൽബിറ്റ് എന്നെ സഹായിച്ചത്. ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം എന്റേതാണെന്ന് പറയുമ്പോൾ വില്ലൻ ഡാഡിനെ ആഞ്ഞു ചവിട്ടിയിട്ട്, ഈ ജോലിക്ക് ഞാൻ എത്ര കോടികളെ ഇറക്കിയെന്നറിയോടാ, എന്നിട്ട് തമാശ കളിക്കുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഹീറോ എഴുന്നേറ്റ്, ഞങ്ങൾ ഈ ജോലി ചെയ്തില്ലെങ്കിൽ നിനക്ക് പണം ഇരട്ടി തിരിച്ചു തരണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ തിരിച്ചു തന്നേക്കാം, ഇനി നിന്റെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ വില്ലൻ ഹീറോയുടെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, നിങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാതെ ഈ ജോലിക്ക് വരുത്തുമെന്ന് വിചാരിച്ചോ? നീ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നിന്റെ അമ്മ അവിടെ മരിച്ചു കിടപ്പുണ്ടാവും. അതിന് സമ്മതമാണെങ്കിൽ ഇറങ്ങിപ്പോക്കോളാൻ പറയും. അപ്പൊ ഹീറോ വേറെ വഴിയില്ലാതെ ഈ ജോലി അവൻ തീർത്തു കൊടുക്കാം, അവരെ കുടുംബത്തിൽ ആരെയും ഉപദ്രവിക്കാൻ പാടില്ലെന്ന് പറയും. അപ്പൊ വില്ലൻ ഇവരെല്ലാരെയും പിടിച്ച് ടണലിലേക്ക് എടുത്തിട്ട് അവന്മാര് ജോലി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അവന്മാരൊപ്പം കുറച്ച് അടിയാൾക്കാരെയും ടണലിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അകത്ത് കയറിയ ഉടനെ ടണൽ ഇവരോട് ആഞ്ഞു കുഴിക്കാൻ പറയാം. എല്ലാവരും ശക്തമായിട്ട് വെട്ടിയും കുത്തിയും തുറന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മൂത്താശാരി ഡാഡി അങ്ങേർക്ക് ക്യാൻസർ ആയതുകൊണ്ട് പെട്ടെന്ന് സുഖമില്ലാതെ ബോധം കെട്ട് വീഴാണ്. ഇവരെല്ലാം ഓടിച്ചെന്ന് ഡാഡിയെ പൊക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ റൗഡികൾ ഇവരെ തല്ലിയിട്ട്, അയാൾ ചാവാണെങ്കിൽ ചത്തോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യടാന്ന് പറയും. ഇവർ കുറെ അടി കൊള്ളുമെങ്കിലും ഇനിയും ഇവന്മാരുടെ അടി കൊള്ളേണ്ട ആവശ്യമില്ല, ഡാഡി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് തിരിച്ച് പൊതിരെ തല്ലാൻ തുടങ്ങും. അതിൽ നമ്മുടെ ഗുണ്ടുപയ്യൻ റൗഡികൾ എടുത്തിട്ട് പൊത്തുന്നുണ്ട്. അവന്മാരെ അടിക്കുന്ന കണ്ടിട്ട് റൗഡികളെ ക്യാപ്റ്റൻ പേടിച്ചോടുക പുറത്തേക്ക്. ഇവര് ഡാഡിയും പൊക്കി എടുത്തോണ്ട് വരുമ്പം ആ പോയ റൗഡി ക്യാപ്റ്റൻ വേറെ കുറെ അടിയന്മാരെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഹീറോയിൻ ടീമും ഗ്യാസ് കത്തിച്ച് കാണിച്ച് അവന്മാരെ പേടിച്ച് പുറകിലേക്ക് മാറ്റുകയാണ്. ഡാഡി എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം. ഇവരതിന് ശ്രമിക്കുമ്പോൾ വില്ലൻ വലിയ തോക്കുമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു. അവൻ ഒരുത്തനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഡാഡി ഓടിച്ചെന്ന് ഗണ്ണി പിടിച്ച്, ഇനിയും ആ പിള്ളേര് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, നീ കൊല്ലുകയാണെങ്കിൽ എന്നെ കൊന്നോ, പിള്ളേരെ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയും. വില്ലൻ ഡാഡിയെ വിടാതെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഈ സമയത്ത് ഹോട്ടലിന് വെളിയിൽ നമ്മുടെ ചെറുപ്പക്കാലം പോലീസും കൂട്ടുകാരനും ഉണ്ടാവും. അവർ വെടിയൊച്ച കേട്ട് ബാക്കപ്പിന് ബാക്കിയുള്ള പോലീസുകാരെ വിളിക്കുന്നുണ്ട്. പുറത്തുനിന്ന് പോലീസ് വണ്ടികളുടെ സൈറൻ കേൾക്കുമ്പോൾ ഈ വില്ലന്മാര് വെടിവെച്ച് വന്ന ഡാഡിയുടെ ബോഡി അവിടെ തന്നെ ഇട്ടിട്ട് ഓടിപ്പോവാ. പോലീസ് അകത്ത് വന്നാൽ നമ്മുടെ ഹീറോയിൻ ടീമും അവരും കുടുങ്ങും. സോ വില്ലന്മാരെ പുറകെ പോകാതെ ഇവർ സ്യൂവർ ടണലിന്റെ അകത്തേക്ക് കയറും. നേരത്തെ ഇവർ കുഴിച്ചില്ലേ ആ ടണലിന്റെ അകത്തേക്ക്. ഇപ്പൊ അകത്ത് വന്ന പോലീസുകാർക്ക് ആ ബോഡിയും കുഴിക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സും മാത്രമേ കണ്ടുകിട്ടിയിട്ടുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊന്നും പിടികിട്ടിയില്ല. ഹീറോയിൻ ടീമും മറ്റൊരു ദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് വന്നിട്ട് വില്ലനിട്ട് എന്തെങ്കിലും പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ആലോചിക്കുക. അപ്പൊ ആ റിസപ്ഷൻ ലേഡി പറയും, വില്ലൻ ഒരു റിഫൈനറി ഉണ്ട് ഓയിലിന്റെ, അതിപ്പോ കടത്തില്ല, ആ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ കക്കുന്ന എന്തോ ഒരു മാസ്റ്റർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അവൻ യാഥാർത്ഥ്യത്തിൽ എന്താണ് പ്ലാൻ ചെയ്തിരിക്കണേന്ന് അറിയില്ല. നമുക്ക് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. അവൻ എല്ലാ ഭാഗത്തും ആൾക്കാരുണ്ട്. ഇത് കേട്ട് മനസ്സിലാക്കിയ ഹീറോ ഗുണ്ടൂനെയും ലേഡീനെയും കൊണ്ട് അവന്റെ കൂട്ടുകാരൻ മുടിയന്റെ അടുത്തേക്ക് വരികയാണ്. മുടിയൻ പറയും, ഇവർക്കെതിരെ എല്ലാം കേസ് ഫയലായിട്ടുണ്ട്, പോലീസിൽ കിട്ടിക്കഴിഞ്ഞാൽ 8-10 വർഷം അകത്ത് കിടക്കും, ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്തായിരിക്കും വില്ലന്റെ കോള് വരുന്ന ഹീറോയ്ക്ക്, നിങ്ങൾക്ക് എങ്ങോട്ടും രക്ഷയില്ല, ജീവൻ വേണമെങ്കിൽ വീണ്ടും തിരിച്ച് എൻ്റെ അടുത്തേക്ക് വാ, പുതിയൊരു സ്ഥലം തുറക്കാനുണ്ട്, അവിടെ തുറന്ന് പഴയ പ്ലാൻ തന്നെ വർക്കൗട്ട് ചെയ്ത് തന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കുന്നു പറഞ്ഞ് വില്ലൻ ഭീഷണിപ്പെടുത്താം. ഈ സമയത്ത് നമ്മുടെ വെൽഡറില്ലേ ഒറ്റുകാരൻ, അവൻ കൂളായ ആശുപത്രിയിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാവും. അപ്പോഴാണ് പോലീസുകാർ അവൻ അന്വേഷിച്ചു വരുന്നത്. പോലീസുകാർക്ക് ഈ ക്രൈമിൽ ഉൾപ്പെട്ട എല്ലാവരുടെ ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞു. സോ അവര് വെൽഡറെ പിടിക്കാൻ വരുമ്പം ഭാഗ്യത്തിന് ഹീറോ ഇടയിൽ കയറി വെൽഡറേയും രക്ഷപ്പെടുത്തി ഒരു കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. നമ്മുടെ ആശാരിനെ വില്ലൻ കൊന്നുകളഞ്ഞു. അവന് ശരിക്കുള്ള ഒരു തിരിച്ചടി കൊടുക്കണം, അതിന് എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ടെന്ന് ഹീറോ പറയും. എന്നിട്ട് ഇവര് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് പോകുന്നുണ്ട്. ആർക്കും അറിയില്ല അതിനടിയിൽ കൂടെ പണ്ടത്തെ ഓയിൽ പൈപ്പും വാട്ടർ പൈപ്പും പോകുന്നുണ്ട്. ഹീറോയുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഈ ഓയിൽ പൈപ്പ് ഡ്രിൽ ചെയ്ത് അത് വാട്ടർ പൈപ്പായിട്ട് കണക്ട് ചെയ്താൽ ആ വാട്ടർ പൈപ്പ് നേരെ പോകുന്നത് വില്ലൻ ഈ ഓയിലെല്ലാം സംഭരിക്കാമെന്ന് പറഞ്ഞ ആ ഫാക്ടറിയിലെ ടാങ്കിലേക്കാണ്. സോ എണ്ണ ഷിഫ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. ഈ സംഭവം ഹീറോ പ്ലാൻ ചെയ്തിട്ട് നേരെ വില്ലനെ കോൾ ചെയ്യുന്നു. ഡീലിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ പഴയതിലും കൂടുതലായിട്ട് പണം വേണമെന്ന് പറയും. 2 ദിവസം കൊണ്ട് മുഴുവൻ ടാങ്കും ഫില്ല് ചെയ്ത് തരാമെന്ന് പറയും. വില്ലൻ സമ്മതിക്കുന്നു. സോ പിറ്റേന്ന് തന്നെ ഇവരൊരു കണ്ടെയ്നറിൽ ഹോളിട്ട് അത് അവിടുത്തെ മാൻ ഹോളിന്റെ മുകളിലായിട്ട് വെച്ച് ആരും അറിയാത്ത പോലെ ആ കണ്ടെയ്നറിനകത്തൂടെ കയറി സ്യൂവറിലേക്ക് ഇറങ്ങി അവിടുന്ന് തുറന്നു തുടങ്ങും. ഇതൊരു പഴയ അണ്ടർഗ്രൗണ്ട് സ്യൂവറാ. ഇതിനകത്തൂടെ പൈപ്പ് പോകുന്ന കാര്യം ആർക്കും അറിയില്ല. അത് നമ്മുടെ ആശാരിക്ക് അറിയുമായിരുന്നു. പുള്ളിക്കാരൻ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് മരിച്ചുപോയത്. സോ അവിടുത്തെ ഓയിൽ പൈപ്പിൽ ഓട്ടയുണ്ടാക്കി വാട്ടർ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാം. വളരെ എളുപ്പത്തിൽ പണി തീരും. ഹീറോ ഇത് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വെൽഡറില്ലേ അവൻ പറയും, ഞാൻ എന്റെ വെൽഡിംഗ് ഐറ്റംസ് എല്ലാം മറന്നു വെച്ചോ, എനിക്കൊന്ന് പോയി എടുത്തിട്ട് വരണം, കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞ് ചോദിക്കും. ഹീറോ
ശരി എത്രയും പെട്ടെന്ന് പോയി എടുത്തിട്ട് വന്നോ, നാളെയാണ് നമ്മൾ എന്തായാലും വർക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ അന്വേഷണ കുഞ്ഞം പോലീസ് മണത്ത് എങ്ങനെയൊക്കെയോ ഈ ഫാക്ടറിക്ക് അരികിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഹീറോയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഈ ഫാക്ടറിക്ക് അരികിലാണ് വരുന്നത്. ഈ ഫാക്ടറിക്ക് അടുത്ത് എവിടെയോ ആണ് ഇവന്മാര് എന്തോ പുതുതായിട്ട് പ്ലാൻ ചെയ്യണമെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അവരങ്ങനെ അവിടെ കാവൽ നിൽക്കുമ്പം ഹീറോ വെൽഡറെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം അവന്റെ ആക്ടിവിറ്റീസിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഹീറോയ്ക്ക് ഫീൽ ചെയ്തിരുന്നു. അവൻ വിചാരിച്ചത് സത്യമാണ്. വെൽഡർ നേരെ വില്ലന്റെ അടിക്കാരനെയാണ് കാണാൻ വന്നിരിക്കുന്നത്. അവരെന്തൊക്കെയോ രഹസ്യങ്ങൾ കൈമാറുന്നുണ്ട്. ഇത് ഹീറോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസുകാരുടെ കണ്ണിപ്പെടുന്നത്. അവർ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവൻ കാടിനകത്തേക്ക് ഓടിപ്പോവും. കാല് സ്ലിപ്പായി ഒരു കല്ലി ചെന്നിടിക്കുന്നുണ്ട്. കാര്യമായി വയറിന് എന്തോ പറ്റി. എന്നാലും ജോലി തീർക്കാൻ വേണ്ടി അവൻ ഈ സൂവറിലേക്ക് ഓടി വരുന്നുണ്ട്. ഈ നേരം ഹീറോയ്ക്ക് മുന്നേ ആ ടണലിലേക്ക് വന്ന നമ്മുടെ വെൽഡർ അവിടെ ഒരു CCTV ഫിറ്റ് ചെയ്ത് വില്ലൻ അവിടുത്തെ വിഷ്വൽ കാണിച്ചു കൊടുക്കും. ഈ സീനെല്ലാം കഴിഞ്ഞിട്ടാണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. എനിക്കൊരു ചെറിയ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പണി തുടങ്ങുന്നു. ആദ്യം ഈ പൈപ്പിന് ചുറ്റും വെൽഡ് ചെയ്യണം. ഒരു പുതിയ പൈപ്പും വാൽവും ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെൽഡ് ചെയ്തതിന് ശേഷമാണ് ഡ്രില്ല് ചെയ്യുക. 3 മിനിറ്റിനകം ഡ്രില്ല് ചെയ്യണം. ഹീറോയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അവൻ അങ്ങനെ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പം വില്ലന്റെ അടുത്ത് നിന്ന് ഓയിൽ മേടിക്കാൻ കുറെ പുതിയ വ്യാപാരികൾ വന്നിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് എല്ലാവരെയും ഫാക്ടറിയിലേക്ക് വന്നോളാൻ വില്ലൻ പറയും. ഈ സമയത്ത് പോലീസുകാർ അവര് മണത്ത് ഈ തുരങ്കവും കണ്ടുപിടിച്ചു. തുരങ്കത്തിനകത്തൂടെ ഇവര് വരുന്നത് നമ്മുടെ റിസപ്ഷൻ ലേഡിക്ക് മനസ്സിലാവും. അവൾ ഉടനെ വിളിച്ച് ഹീറോയോട് പറയാണ്, പോലീസുകാർ അകത്തേക്ക് വന്നു കഴിഞ്ഞു, ഡ്രില്ല് ചെയ്യുന്നത് നിർത്തിക്കോ അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കുമെന്ന്. എന്നാൽ ഹീറോ പറയുന്നു, പ്ലാൻ ബി, ഡ്രില്ല് ചെയ്യുന്നത് നിർത്താൻ കഴിയില്ല, നിർത്തിക്കഴിഞ്ഞാൽ കൂടുതൽ വഷളാവും, നീ അവരെ ശ്രദ്ധ തിരിച്ചുവിടുമെന്ന് പറയുന്നു. സോ ഗുണ്ടപ്പനും മുടിയനും കൂടെ വേറൊരു ഭാഗത്ത് തുറക്കുന്ന പോലെ കാണിച്ചിട്ട് പോലീസുകാരെ ശ്രദ്ധ തിരിക്കും. പോലീസുകാർ അടുത്തേക്ക് വരുമ്പോൾ ഇവര് മാൻഹോളിൽ കയറി വണ്ടിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ഈ നേരം ഒരു തുളയിട്ട ഹീറോയ്ക്ക് രണ്ടാമത്തെ തുളയിടാനുള്ള ബലമില്ല. അവന് വയറിന് ഭയങ്കര വേദനയായിരിക്കും. സോ രണ്ടാമത്തെ ഹോള് അവൻ വെൽഡറോട് തന്നെ തുറക്കാൻ പറയും. അങ്ങനെ വെൽഡർ ശക്തിയായിട്ട് തുറന്നുകൊണ്ടിരിക്കുക. ഹീറോ അതിന്റെ സൗണ്ട് നിരീക്ഷിക്കുന്നുണ്ട്. എത്ര ആഴത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളത് സൗണ്ട് വെച്ചാൽ കണക്കാക്കുന്നു. കറക്റ്റ് 1 സെക്കൻഡ് ബാക്കി നിൽക്കെ അവർ തുറന്നു കഴിഞ്ഞു. 1 mm മാത്രം ബാക്കി വെച്ച് ഈ പെണ്ണ് അതിലൂടെ പാസ്സാവുന്നുണ്ട്. ഈ നേരത്ത് വില്ലൻ ആ ഫാക്ടറിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹീറോ വില്ലനെ വിളിച്ചു പറയും, ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, ഇവിടുന്ന് വാൾവ് ഓപ്പൺ ആക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ പെട്രോൾ കിട്ടുന്നുണ്ടോ നോക്കിക്കോളൂ. ഹീറോ അവിടുന്ന് ഓൺ ആക്കുമ്പോൾ ഇവർക്ക് ഫ്രഷ് പെട്രോൾ അവിടുന്ന് പൈപ്പിൽ നിന്ന് പിടിക്കാൻ കഴിയും. ഇനി ബക്കറ്റിൽ കോരിക്കൊണ്ട് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഹീറോ വാൾവ് തിരിച്ച് ഓഫ് ചെയ്യും. ഞങ്ങളെ ജോലി കഴിഞ്ഞു, പക്ഷേ പേയ്മെന്റ് കിട്ടിയിട്ടില്ല, പേയ്മെന്റ് തന്നതിന് ശേഷം നിങ്ങൾ എണ്ണ കൈപ്പറ്റിക്കോളൂ എന്ന് പറയും ഹീറോ. എവിടുന്നാണ് പേയ്മെന്റ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഇപ്പൊ തന്നെ ഞാൻ അഡ്രസ്സ് തരാം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ഹീറോ അവിടുന്ന് പുറപ്പെടുകയാണ്. വെൽഡറോട് അവിടെ തന്നെ കാത്തിരിക്കാൻ പറയും. ഈ സമയത്ത് പോലീസുകാർക്ക് ആരോ ഈ ഓയിൽ മോഷണ ചിത്രം അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വെൽഡർ ഹീറോ പോയി കഴിയുമ്പം അവൻ വാൾവ് ഓണാക്കി, സാർ ഞാൻ വാൾവ് ഓണാക്കി, ഇനി നിങ്ങൾക്ക് പ്രശ്നമില്ല, ഞാൻ അവന്മാരെ പുറത്തേക്ക് വിടില്ല, മാൻഹോൾ ലാഡർ കട്ട് ചെയ്യാം, അവന്മാരെ ഇതിനകത്ത് തന്നെ വെച്ച് ലോക്ക് ചെയ്യാന്ന് പറയും. പക്ഷെ ഒളിച്ചിരുന്ന ഹീറോ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. തിരിച്ചോടി വന്ന് അവൻ അറഞ്ചാം പുറഞ്ചം തല്ലിയിട്ട് വില്ലനെ വിളിച്ചു പറയും, നിന്റെ ഡബിൾ ഗെയിം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കളിച്ചത്, ഞങ്ങൾക്ക് തരാനുള്ള പണത്തിന്റെ ഇരട്ടി തന്നാൽ മാത്രമേ ഇനി നിനക്ക് ഇവിടുന്ന് എണ്ണ സപ്ലൈ ഉള്ളൂ, നിനക്ക് കടം തന്നവർ നിന്നെ കൊല്ലാൻ നിൽക്കുകയാണെന്ന് എനിക്കറിയാം, ഈ എണ്ണ കിട്ടിയാലല്ലേ നീ രക്ഷപ്പെടൂ, ഡബിൾ പേയ്മെന്റ് തന്നാലേ നിനക്ക് എണ്ണ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ കോൾ കട്ട് ചെയ്യും. ഇവിടെ വെൽഡർക്ക് കൊടുക്കുന്ന അടി തീർന്നിട്ടില്ല. ഇവർ കുറെ അടി കൊടുത്തിട്ട് ഒരു ബാഗ് നിറച്ച് പണം കാണിച്ചു കൊടുക്കും. അത് ആശാരി ഡാഡിക്ക് കിട്ടിയ അഡ്വാൻസ് ആയിരുന്നു. മരിക്കുന്നതിന് മുന്നേ എന്റെ ഭാര്യയോ മരിച്ചുപോയി, അവന്റെ മോനെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വെൽഡർക്ക് കൊടുത്തോളാൻ പറഞ്ഞ് ആശാരി കൊടുത്ത പണമായിരുന്നു അത്. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ, അയാൾ മരിക്കുമ്പോൾ കാണിച്ച ആത്മാർത്ഥത പോലും നീ ജീവിച്ചിരുന്നിട്ട് കാണിക്കുന്നില്ലല്ലോടാ നാണം കെട്ടവനെന്ന് പറഞ്ഞ് ഇവരവനെ ഇറങ്ങിപ്പോവാൻ പറയാം. ആ സീൻ കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വില്ലൻ അങ്ങോട്ട് എത്തുന്നുണ്ട്. അയാൾക്ക് ഈ പമ്പിങ്ങിന്റെ സെറ്റപ്പ് ഹീറോ കാണിച്ചു കൊടുക്കും. എല്ലാം ഓക്കെയാണ്, ഇനി വാൾവ് ഓപ്പൺ ആക്കണമെങ്കിൽ പണം തന്നിട്ട് ഓപ്പൺ ആക്കാന്ന് പറയും. എന്നാ ശരി പുറത്തേക്ക് വായോ എന്ന് പറഞ്ഞ് വില്ലൻ ഹീറോയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. നിനക്ക് തരാനുള്ള സെറ്റിൽമെന്റും കൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് വില്ലൻ അവന്റെ അടിക്കാരെ വിളിക്കുന്നു. കുറച്ച് അടിക്കാരെ നമ്മുടെ ഗുണ്ടുപയ്യനെയും ലേഡിയനെയും പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും വിട്ടിട്ടുണ്ട്. അങ്ങനെ വില്ലന്റെ ആൾക്കാർ ഹീറോയെ പൊതിരെ തല്ലുമ്പോൾ ഒളിച്ചിരുന്ന നമ്മുടെ വെൽഡർ അവന് വിശ്വാസം കാണിക്കേണ്ട സമയമായി. ഇത്രയും നേരം വില്ലന്റെ ടീമല്ലായിരുന്നു, ഇപ്പൊ അവൻ നല്ലവനായിട്ട് മാറിയിട്ടുണ്ട്. അവൻ ഈ അടിയാളന്മാരെ എല്ലാം തല്ലിയിട്ട് നമ്മുടെ ഹീറോയെ രക്ഷപ്പെടുത്തും. ഈ നേരത്ത് ഗുണ്ടുപയ്യനെയും ലേഡിയനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുടിയനും വന്നിട്ടുണ്ട്. മോളിയുള്ള വില്ലന്മാരെ എല്ലാം അടിച്ചിട്ട് ഗുണ്ടുപയ്യനും ലേഡിയും പണം എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക വണ്ടിയായിട്ട്. ഇവിടെ ഹീറോ വില്ലനെ തോക്ക് മുന്നിൽ നിർത്തിയിട്ട് പോലീസുകാരൻ വരുമ്പം ഇതിനെല്ലാം പുറകിൽ ഇവനാണ്, ഈ വില്ലനാണ്, ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്, ഈ ഗണ്ണെന്ന കയ്യിൽ വെച്ചോന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവും. അപ്പൊ പോലീസുകാരൻ എനിക്ക് നിന്നെയും പിടിക്കണം എന്ന് പറയുമ്പോൾ അതിന് ഇനിയും സമയമുണ്ടല്ലോ, മാധവൻ ഈ ചേക്ക് വിട്ട് പോയിട്ടില്ല, പിന്നെ എപ്പോഴാണെങ്കിലും പിടിക്കാന്ന് പറഞ്ഞ് ഹീറോ അവിടുന്ന് ഓടിപ്പോകുന്നു. തന്റെ കൂട്ടുകാരൻ നോക്കുമ്പോൾ അവർ രക്ഷപ്പെടുന്ന സമയത്ത് വീണ്ടും വില്ലന്മാരെ കയ്യിൽ ലോക്കായി. ഇപ്പൊ മെയിൻ വില്ലൻ അവൻ ആ ചൂക്കളി പോലീസുകാരനെ ഇടിച്ചിട്ടിട്ട് ഹീറോനെയും ടീമിനെയും ഈ ടണലിന്റെ അകത്ത് തന്നെ ലോക്ക് ചെയ്യും. സോ ഇവരെത്ര പാടുപെട്ടിട്ടും വില്ലന്റെ കയ്യിൽ നിന്ന്
ഇതുവരെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. വില്ലൻ ഇവരെ എല്ലാം ടണലിന്റെ അകത്ത് കെട്ടിവെച്ചിട്ട് അവിടെ ഒരു ബോംബ് സെറ്റ് ചെയ്യുന്നുണ്ട്. ബോംബ് സെറ്റ് ചെയ്താൽ അപകടമാണ്, വേണമെങ്കിൽ ഞങ്ങളെല്ലാം കൊന്നോന്ന് ഹീറോ പറയുമ്പോൾ അപകടം വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ബോംബ് സെറ്റ് ചെയ്യണേന്ന് വില്ലൻ പറയും. അവന്റെ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഓയിൽ സ്റ്റോക്ക് ചെയ്ത് വിൽക്കുകയല്ല, ഓയിൽ സ്റ്റോക്ക് ചെയ്ത് അത് പൊട്ടിത്തെറിപ്പിച്ച് ഗവൺമെന്റ് റിഫൈനറി എല്ലാം പൊട്ടിച്ചു കളയണം. അങ്ങനെ ചെയ്യുമ്പം വില്ലന്റെ റിഫൈനറിക്കായിരിക്കും ഡിമാൻഡ് കൂടി വരിക. ഒറ്റയടിക്ക് ഒരുപാട് പണം ഉണ്ടാക്കാം. ഒപ്പം തന്റെ എതിരാളികളെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ കൊന്നുകളയും ചെയ്യാം. അവരെല്ലാം ഫാക്ടറിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് വില്ലന്റെ മാസ്റ്റർ പ്ലാൻ. ഒരുപാട് ജനസമൂഹവും മരണപ്പെട്ടു പോകും. ഇതും പറഞ്ഞവൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. ഇപ്പൊ ഹീറോ വില്ലൻ പോയി കഴിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ചുറ്റും നോക്കുമ്പോൾ അവിടെ ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സിലിണ്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തട്ടിയിട്ട് ഓണാക്കാൻ പറഞ്ഞ് സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈറ്റർ തരാൻ പറയും. ആണുങ്ങളെ കയ്യിലൊന്നും ഉണ്ടാവില്ല, നമ്മുടെ റിസപ്ഷൻ ലേഡീന്റെ കയ്യിലെ ലൈറ്റർ ഉണ്ടാവും. പാവം മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എപ്പോഴും കൈ വെച്ച് നടക്കുന്ന. വേണ്ട, ആപത്തിന് സഹായിച്ചല്ലേ, ഇനി കുറ്റം പറഞ്ഞിട്ട് അതും ഇല്ലാണ്ടാവണ്ട. അങ്ങനെ ആ പാവം പെൺകുട്ടി കൊടുക്കുന്ന ലൈറ്റർ കത്തിച്ച് ഇവൻ ആ വെൽഡിംഗ് സിലിണ്ടറിലെ ഗ്യാസ് കത്തിക്കും. അതിന്റെ തീ ഉപയോഗിച്ച് തന്റെ കയ്യിലെ കെട്ടഴിക്കുകയാണ്, കത്തിച്ച് കളയാണ്. അതിനോടൊപ്പം തന്നെ പുറവും വേവുന്നുണ്ട്. എന്നാലും ആ വേദന സഹിച്ച് ഇവൻ ആ കെട്ടഴിക്കും. എന്നിട്ട് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ബോംബ് കയ്യിലെടുത്ത് കൂട്ടുകാരോട് എതിർഭാഗത്തെ വഴിയിലൂടെ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് ഇവൻ ആ ബോംബ് എടുത്ത് ടണലിനകത്തേക്ക് ഓടിപ്പോവാ. ഓടിപ്പോയി ഒരു ഭാഗത്തെത്തുമ്പോൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അവിടെയുള്ള ഡിച്ച് വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കും. ബോംബ് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നു. അവിടെ ബോംബ് പൊട്ടിത്തെറിച്ച ഉടനെ വില്ലൻ ഈ ഫാക്ടറിയിലെ ബോംബും പൊട്ടിക്കുന്നുണ്ട്. ഈ വാട്ടർ ടാങ്ക് എല്ലാം പൊട്ടിച്ചെതറി അതിൽ ലിക്വിഡ് പുറത്തേക്ക് ഒഴുകും. പെട്രോൾ ആണെങ്കിൽ അത് ആളിക്കത്തണ്ടേ, പക്ഷെ കത്തുന്നില്ല. കാണുമ്പോൾ വെള്ളം പോലെ തോന്നണം. എന്താ സംഭവിച്ചെന്നറിയാതെ വില്ലന് തല ചുറ്റി പോവാ. അവന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞുപോയി. പോലീസുകാരൻ ഹീറോയോട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴാണ് നടന്ന യാഥാർത്ഥ്യം ഹീറോ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ആദ്യം ഇവര് വില്ലന് കാണിച്ചു കൊടുത്തത് ശരിക്കുള്ള പെട്രോളിന്റെ സാമ്പിളാ. പക്ഷെ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് അതിലെ വാൾവ് ക്ലോസ് ചെയ്തിട്ട് വാട്ടർ വാൾവ് ഓപ്പൺ ചെയ്തു. സോ ഫാക്ടറി ടാങ്കിനകത്ത് കയറി നിറഞ്ഞതെല്ലാം സാധാരണ വെള്ളമാണ്. വില്ലൻ ഇത് അറിഞ്ഞില്ല. അങ്ങനെയാണ് വലിയൊരു ബ്ലാസ്റ്റ് ചെയ്യുന്ന ഈ നാടിനെ കള്ളൻ രക്ഷപ്പെടുത്തുന്നത്. ഇത് മനസ്സിലാക്കിയ വില്ലൻ ഇവരെ എല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് അവന്റെ ആൾക്കാരുമായിട്ട് വരുന്നുണ്ട് സ്പോട്ടിലേക്ക്. ഇനിയും ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല, തിരിച്ചടിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയും കൂട്ടുകാരും വില്ലന്മാരെ എല്ലാം പൊതിരെ തല്ലാൻ തുടങ്ങും. അവസാനം വില്ലന്റെ മണ്ടയ്ക്കടിച്ച് കൊല്ലാൻ നിൽക്കുമ്പോൾ കൊല ചെയ്ത കുറ്റത്തിന് നീ അകത്ത് പോകണ്ട, ഇവനെ ഞാൻ ജയിലിനകത്തിട്ട് പൂട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ തടയുന്നു. അങ്ങനെ പോലീസുകാർ വില്ലനെ വലിയ കേസിന് പിടിച്ച് അകത്തിടുന്നതിനോടൊപ്പം തന്നെ ഹീറോനെയും കൂട്ടുകാരെയും പിടിക്കുന്നുണ്ട്. അവർക്ക് ചെറുതായി ഒരു 3 വർഷത്തെ തടവ് അത് കൊടുത്ത് ശിക്ഷയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് നല്ല പിള്ളേരായി ഇവർ റിലീസായിട്ട് ഒരു കമ്പനി നടത്തുക, ഒരു ചെറിയ ഫാക്ടറി. പാവം കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് വിചാരിക്കും, പക്ഷെ കള്ളന്മാരെ കൈ തരിക്കാതിരിക്കില്ലല്ലോ. മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ബേസ്മെന്റിൽ ഈ ബിരുദന്മാര് പുതിയ എന്തോ ഒരു തുരങ്കം ഉണ്ടാക്കാനുള്ള പ്ലാനാ. എന്നാൽ നമ്മുടെ ചെറിയ പോലീസ് ഇത് കണ്ടുപിടിക്കും. ആ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ഇവരോടി രക്ഷപ്പെടുന്ന ഭാഗത്ത് വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ത്രില്ലർ മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.